ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മനസ്മലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. അപ്പോൾ രാവിലെ ഇട്ട അത്തമൊക്കെ അങ്ങനെ അങ്ങ് ഒലിച്ച് പോവുകയാണ്. ഇവിടെ നല്ല ഇഴുക്കലാണ് കേട്ടോ ഈ വാതിക്കലൊക്കെ. പിന്നെ ഇത് ഇന്നലെ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. രാവിലെ തന്നെ ശിവക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ പോലും നമ്മുടെ ശിവക്കുട്ടൻ ഇവിടെ കിടന്ന് നല്ല ബഹളമാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ശിവക്കുട്ടൻ കിടന്നുറക്കാണ്. നല്ല പുറത്ത് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് അങ്ങനെ കിടന്നുറങ്ങി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബഹളവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കാത്തുമ്പി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു ഉച്ച സമയമായ ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ എന്തൊക്കെയാണ് ഫുഡ് എന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ആ കൊഴുവ തോരൻ, പീര വറ്റിച്ചെന്നൊക്കെ പറയില്ലേ അത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് മറ്റേ വെള്ളരിക്ക മുരിങ്ങക്കോല് മാങ്ങായിട്ട് വെച്ച ചാറാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ അപ്പുറത്തെ വീട് കാണിച്ചത് വല്യമ്മയുടെ വീടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വല്യമ്മയുടെ റെസിപ്പിയിലാണ് ഞാൻ ആ കറി വെച്ചത്. ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു അരപ്പ് കറി. ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ അതിൻ്റെ ഒരു റെസിപ്പി. പിന്നെ നങ്ക് കറിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ചോറ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴും ശിവക്കുട്ടൻ ഭയങ്കര കരച്ചിലാണ് താഴെ ഇരുന്ന്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നങ്ക് കറിയും. പിന്നെ ഈ പീര പറ്റിച്ചതിനേക്കാളും കുറച്ചും കൂടി ഫേവറേറ്റ് ആണ് നങ്ക് കറി. പിന്നെ ഈ അരച്ചുകൂട്ട് കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. റെസിപ്പി എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഇങ്ങനെ ഉപ്പ് കൂട്ടി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ നമ്മൾ നോർമലി ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡിൽ ഉള്ള ഉപ്പിനേക്കാൾ എനിക്ക് ഉപ്പ് ഭയങ്കരമായിട്ട് വേണം. ഇന്നത്തെ അപ്പോൾ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ഓണക്കിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓണക്കിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ ഒരു വർഷത്തേക്കുള്ളത് ഇറക്കിയിട്ട് ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ആഴ്ചയിൽ പൈസ ഇറക്കിയിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഫുഡ് ഓൺ ആകാൻ നേരത്ത് നമുക്ക് വേണ്ട വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി തരും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ എല്ലാം ആയിട്ട് കാണിക്കുന്നില്ല. മൊത്തത്തിൽ അമ്മ അപ്പം കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഇപ്രാവശ്യം പോയി എടുക്കുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഒരുപാട് ദൂരെയല്ല, ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പോയി ഓട്ടോ വിളിച്ച് പോയി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ വൈകിട്ട് അമ്മ ഇതെല്ലാം ഇങ്ങനെ പുറത്തോക്കി എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ പാലപ്പപ്പൊടിയും പിന്നെ എണ്ണയുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയുണ്ട്, പഞ്ചസാര തന്നെ ഉണ്ട്, 5-6 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഈ വെളുത്തുള്ളി, തേങ്ങ ഇപ്രാവശ്യം ആദ്യമാണ് കേട്ടോ ഇങ്ങനെ 2 തേങ്ങ വരുന്നത്. പിന്നെ പൊടികൾ തന്നെ പാലപ്പപ്പൊടി, അജ്മിയുടെ പാലപ്പപ്പൊടിയായിരുന്നു. പിന്നെ 2 പാക്കറ്റ് അരിപ്പൊടി ഉണ്ടായിരുന്നു. കൂടുതൽ നമുക്ക് എണ്ണ എന്ന് വെച്ചാൽ 5 കിലോ വെളിച്ചെണ്ണ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 കിലോ വെളിച്ചെണ്ണയും 2 കിലോ നമ്മുടെ ആ ഒരു പവിഴം, നമ്മുടെ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഓയിലും ആയിരുന്നു. അപ്പോൾ പാം ഓയിൽ അതുണ്ടായിരുന്നു. പിന്നെ മൈദ പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഉജാല സോപ്പ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശർക്കരയൊക്കെ നല്ല അടിപൊളി ശർക്കരയായിരുന്നു കേട്ടോ. നമ്മൾ ഈ പിന്നെ ഇറക്കിയ 5000 രൂപ അതിലുള്ള സാധനങ്ങളാണ് ഇത്രയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കണ്ട. അവർ തന്നെ കൃത്യമായിട്ട് ഇതെല്ലാം ഒരു വീട്ടിലേക്കുള്ള നമ്മുടെ ആ ഒരു ഓണം സമയമാകുമ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ ഇത് വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ എത്തിച്ചു തരും. നമുക്കതൊരു ലാഭം തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ അവർ കൃത്യമായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണോ അതെല്ലാം ഇനി ഒരു 3-4 മാസത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അരി സഹിതം നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതെല്ലാം. പിന്നെ നമുക്ക് ആ മല്ലി, മുളക് അതൊക്കെ ഉണക്കി പൊടിപ്പിക്കാനുള്ളതാണ്. പിന്നെ ശർക്കര അത് പറഞ്ഞല്ലോ. പിന്നെ വാളംപുളി, കൊടംപുളി, പിന്നെ നമ്മുടെ ആ സാമ്പാർ പൊടി, പിന്നെ പരിപ്പ്, കിഴങ്ങ്. ഇത് കൂടാതെ നമുക്ക് കിഴങ്ങ്, ഉരുളക്കിഴങ്ങില്ല, അത് ഒരു 3-4 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പതിമുഖാണ് കേട്ടോ, വെള്ളം തിളപ്പിക്കാനുള്ള സംഭവം. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെന്താ സവോള, കൊച്ചുള്ളി, ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും. പിന്നെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കടല, ഗ്രീൻ പീസ്, അതുപോലെ ഇത് കടല കേട്ടോ, കറുത്ത കടലയാണ്. നമ്മുടെ വീട്ടിൽ അധികം അങ്ങനെ ഇങ്ങനത്തെ കറുത്ത കടല ഉപയോഗിക്കാറില്ല. അച്ഛന് വയ്യാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ചെറുപയറും പിന്നെ ഈ വിനാഗിരി അത്. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഈ 2 പാക്കറ്റ് അമ്മ എടുക്കുന്നത് മസാലക്കൂട്ട്, ഇത് ഉണക്കി പൊടിക്കാനുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഉണക്കിയിട്ടോ വെയിലത്തുണക്കിയോ. ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് ഏത് സമയത്താണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ. അങ്ങനെ
നമ്മൾ ഒന്നെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ പൊടിച്ച് എടുക്കാം. ഉണക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നെയ്യ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കാണിച്ചല്ലോ. പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പ്രത്യേകം മേടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒറ്റയടിക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കൊരു അതൊരു ഗുണവും കൂടിയാണല്ലോ. പിന്നെ അതെ ഇത് അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് AVTയുടെ തേയില ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ AVTയുടെ തേയിലയ്ക്ക് എന്തോ 150 രൂപയാണെന്ന് തോന്നുന്നു, അതത്രയും. പിന്നെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു മീറ്റ് മസാല, ചിക്കൻ മസാല, മസാലപ്പൊടികൾ, അങ്ങനെ സാമ്പാർ പൊടി, കടുക്, നമ്മൾ ഈ ഉപ്പ് മുതൽ കർപ്പൂരം വരെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അങ്ങനെ സകലമാന സാധനങ്ങളും ഇതിലുണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു പുളി, വാളംപുളി, ഒരു കുറച്ചുണ്ട് കേട്ടോ. നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. നല്ല പുളികളൊക്കെ നമുക്ക് കിട്ടിയതൊക്കെ കുടംപുളി ആയാലും വാളംപുളി ആയാലും നല്ല ക്വാളിറ്റിയുള്ള എല്ലാ സാധനങ്ങൾക്കും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ കണ്ടല്ലോ. പിന്നെ ഉപ്പുണ്ട്. അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്കിനി അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അങ്ങനെ മുന്തിരി, പിന്നെ മറ്റേ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ആ ഒരു വെർമസിലി, നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ളത്. പിന്നെ അട ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ശർക്കര എന്ന് തോന്നുന്നു. പിന്നെ ജീരകം, ഏലക്കായ, പിന്നെ ചവ്വരി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അതെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. പിന്നെ അതെ അങ്ങനെ ചാക്കിലേക്കാക്കി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശിവക്കുട്ടനും കാത്തുമ്പിയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ടാമത്തെ ചാക്കാണ്. ഇതെന്താന്ന് വെച്ചാൽ അച്ഛന് പോസ്റ്റ് ഓഫീസിൽ അച്ഛനിങ്ങനെ സൊസൈറ്റിയിൽ പൈസ ഇറക്കിയിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങൾ. അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. നമ്മളെന്തോ 500 രൂപ മുടക്കി കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടിയ സാധനമാണ് കേട്ടോ ഇത്. ശിവക്കുട്ടൻ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അതിൻ്റെ ബഹളമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും അവനിവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതെ ഇതിലും നമുക്ക് മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ പിരിയമുളക് ഒരുമിച്ച് ഉണക്കി നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ എണ്ണ ഈ 1/2 കിലോ ഉണ്ടായിരുന്നുള്ളൂ, അത് വെളിച്ചെണ്ണയാണ് പ്യുവർ. പിന്നെ കപ്പലണ്ടി ഉണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന വൻപയർ ഉണ്ട് കേട്ടോ, വൻപയർ. പിന്നെ മല്ലി, സാധനങ്ങളുടെ അളവും കുറവാണ്. പിന്നെ പഞ്ചസാര. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അരി. പിന്നെ നമുക്ക് നേരത്തെ കഴിഞ്ഞത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ വലിയ ഓണക്കിറ്റിൻ്റെ അകത്ത് നമുക്ക് അരി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുരേഖ അരിയാണ് കേട്ടോ. ഒരു 50 കിലോ സുരേഖ അരിയായിരുന്നു. പിന്നെ ഇതും സുരേഖ അരി തന്നെയാണ്. ശിവക്കുട്ടൻ താഴെ ഇരിക്കുന്നുണ്ട്. എനിക്കും ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ, ഇപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് എടുത്തതാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ അതെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവരുടെ കിറ്റിലുണ്ടായിരുന്നു. പിന്നെ ഏലക്കായ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു നമ്മുടെ ഇതിൻ്റെ പേര് ശർക്കര ഉണ്ടായിരുന്നു. പിന്നെ ശർക്കരയുടെ കൂടെ തന്നെ ഇവിടെയും ആ പാലട, അട ഉണ്ടായിരുന്നു കേട്ടോ. അട അത് ശർക്കര പായസം വെക്കാനായിരിക്കാം, മേ ബി, അറിയില്ല. പിന്നെ ഈ ഒരു ചിപ്സ് പാക്കറ്റും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കുറവാണ് എങ്കിൽ ഇത് 1000 രൂപയുടെ സാധനങ്ങളല്ല. നമ്മൾ അടച്ചു കൊടുക്കുന്നത് 500 രൂപയാണെങ്കിലും 1000 രൂപയുടെ സാധനങ്ങളെങ്കിലും ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് വൃത്തിയാക്കി തിരിച്ച് അതിലേക്ക് തന്നെ വെക്കുന്നതാണിത്. അച്ഛനപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് സൊസൈറ്റിയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്ന് പോയിട്ട് സാധനം എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഉച്ചയ്ക്ക്. അങ്ങനെ നമ്മളിതെല്ലാം അങ്ങനെ അടുക്കി കെട്ടിയൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തു പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി അടുക്കി പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കാമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ കടലാപരിപ്പ്, ഉഴുന്ന്, വൻപയർ, ചെറുപയർ, കടുക്, അതൊക്കെ നമ്മൾ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ശിവക്കുട്ടൻ നടുക്കിയിരിക്കുന്നതുണ്ട്. ശിവക്കുട്ടൻ ഹായ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഹായ് തരൂ ഇപ്പോഴേ കണ്ട. പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു തേയില ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ കിറ്റിൻ്റെ കൂടെ കിട്ടിയ തേയിലയാണ്. അങ്ങനെ തേയിലയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ മറ്റേ തേയില നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. എൻ്റെയും ഫേവറേറ്റ് AVTയുടെ തേയിലയാണ്. പിന്നെ ഏലക്കായും ഇഞ്ചിയൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കുന്ന കട്ടൻ കാപ്പി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ അജ്മിയുടെ പാലപ്പപ്പൊടി അമ്മ ചോദിക്കുമായിരുന്നു ഇപ്പം ഉണ്ടാക്കണോ അതോ പിന്നെ ഉണ്ടാക്കിയാൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനും ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ എല്ലാം ഓരോന്നേരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനെ പാക്കറ്റുകളിൽ മസാലപ്പൊടി, അങ്ങനെയുള്ള നെയ്യ്, ശർക്കര, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ട് എടുക്കാമെന്ന് ഓർത്തിട്ട് ബാക്കിയെല്ലാം പൊട്ടിക്കാണ്ട് തന്നെ ഒരു വലിയ ഇങ്ങനെ 2 അണ്ടാവ് പോലത്തെ, അണ്ടാവല്ല മറ്റേ പോണി പോലത്തെ ചെറിയ പോണിയില്ലേ, അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം അമ്മ തന്നെ ഒതുക്കി റെഡിയാക്കിയൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയൊക്കെ വെക്കണം. പിന്നെ അതേ ഇങ്ങനത്തെ മസാലക്കൂട്ട് അങ്ങനെ പറയില്ല, അതെല്ലാം അതിലേക്ക് ഇട്ട് വെക്കുകയാണ്. വെള്ളം തിളപ്പിക്കാനുള്ള പൊടിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ അതേ നമ്മുടെ ശിവക്കുട്ടൻ കണ്ടോ, ശിവക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഓരോരോ സാധനം എടുത്തുകൊണ്ട് ഓടും. നമ്മൾ കുറേ തപ്പി കഴിയുമ്പോൾ അവൻ്റെ കൈ കാണും ആ സാധനം, ചിലപ്പോൾ കാണാതെയൊക്കെ പോകും സാധനം. പിന്നെ നമ്മൾ അവനും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കളയും, പിന്നെ അതിൻ്റെ പുറകെ ഓടിപ്പോയി അതെടുത്തുകൊണ്ട് വരും. അങ്ങനെ ഭയങ്കര തകൃതിയായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അതേ രണ്ടാമത്തെ പോണി എടുത്തുകൊണ്ട് വന്നാൽ ബാക്കി അതിൽ തികയാത്തതൊക്കെ നമ്മൾ അടുത്ത പോണിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ നമ്മുടെ എണ്ണയൊക്കെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ്, ആവശ്യത്തിന് ഇപ്പോൾ എടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് കൂടുതലും നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യത്തില്ല, കാരണം അച്ഛന് കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനത്തെ പാം ഓയിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ പിന്നെ അമ്മ പറയായിരുന്നു അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് മറ്റേ അവരുടെ വെളിച്ചെണ്ണ വാങ്ങിച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ചു. എല്ലാ കാര്യങ്ങളും ഏകദേശം കഴിയാറായിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, എല്ലാം കൂടി നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബായിരുന്നു ആ സമയത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതെല്ലാം ചെയ്തു വെച്ചു. പിന്നെ നമുക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളിപ്പം ഇങ്ങനെ 2 കിറ്റ് നമുക്ക് കിട്ടി. ഇതല്ലാണ്ട് വേറൊരു കിറ്റ് നമുക്കിനി കിട്ടാനുണ്ട്. അപ്പോൾ അതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ അധികം അതിനെക്കുറിച്ചും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് വേറൊരു സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ശിവക്കൂട്ടനുണ്ടല്ലോ, ഇടയ്ക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് ഓടുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചിപ്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നു. അവനെ സമാധാനിപ്പിച്ചിരുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വന്ന് രണ്ടാമത്തെ പരിപാടി ചെയ്യുന്നത് ഇത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി സെറ്റാക്കി അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ സാധനം ഇതാണ്, കാരണം ഇത് അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതാണ്. എന്താണെന്ന് വെച്ചാൽ അച്ഛന് ഇങ്ങനെ സ്ഥിരമായിട്ട് അച്ഛന് ഒരാൾക്ക് ഇങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ എന്തോ ഒരു ട്രസ്റ്റ് അങ്ങനെ എന്തോ ഒരു സംഭവത്തിന്, അപ്പോൾ അവർ അച്ഛന് ഇന്ന് ഗിഫ്റ്റ് പ്രത്യേകം ഓണത്തിന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇങ്ങനെ മുണ്ടും ഇങ്ങനെ ചിപ്സും പിന്നെ ശർക്കര വരട്ടിയും കൂടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സാക്കി ഇങ്ങനെ അവർ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തതാണ്. അപ്പം അങ്ങനെ അതും ഒരു സന്തോഷമായി. അച്ഛൻ പോസ്റ്റ്മാനാണ് കേട്ടോ, അതുകൊണ്ടാണ് അഡ്രസ്സ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പിന്നെ നമ്മുടെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ.